ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഈ ഗാനം കേൾക്കാത്ത മലയാളികളുണ്ടോ എന്ന് സംശയമാണ്. ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഗാനത്തിന്. ഇത് എഴുതിയത് ആരാണെന്ന് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയാണ് ഇത് എഴുതിയത്. ബൈബിൾ വായിക്കാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ലെന്നും അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് ഉള്ളതെന്നും കാണിച്ചു തന്ന ഒരു സ്വാത്വികനായ സുവിശേഷകനായിരുന്നു സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അദ്ദേഹം ഏകദേശം 400ഓളം പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഗാനമാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം. അതിനൊരു കാരണമുണ്ട്. തൻ്റെ നീറുന്ന അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് ചാലിച്ചെടുത്ത ഒരു ഗാനമാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം. തൻ്റെ മകൻ സാമുവേൽ 9ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. തൻ്റെ മകനെ കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ ഗാനം. ഇതിൽ ഒരു വരി ഇപ്രകാരം പറയുന്നുണ്ട്. മരിച്ച തൻ്റെ മകനെ കയ്യിലെടുത്ത് അദ്ദേഹം പാടുകയാണ്, ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ല എന്ന്. കണ്ണ് നിറയാതെ നമുക്ക് ഈ ഗാനം കേട്ടു തീർക്കാനാവുകയില്ല. ഈ ഗാനം നിങ്ങളുടെ വിഷമത്തിൽ, പ്രയാസത്തിൽ, ദുഃഖത്തിലൊക്കെ നിങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ. താങ്ക് യു.